കഴിഞ്ഞ മണിക്കൂറുകളിൽ യുദ്ധത്തിനിടയിൽ ഇറാൻ പലസ്തീനുകൾക്ക് ഒരു സർപ്രൈസ് നൽകി. അതൊരു കൊലപാതകമാണ്. ഈ സ്ത്രീയുടെ കൊലപാതകം. ഇവരുടെ പേര് മേജർ എല്ല ബാബിയ എന്നാണ്. ഈ സ്ത്രീ ഇസ്രയേലിന്റെ സൈനിക മേധാവിയാണ്. ഗസയിൽ 10,000-കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഫലസ്തീനികളെ ക്രൂരമായി പീഡിപ്പിച്ച ഒരു സ്ത്രീയാണിവർ. അതുകൊണ്ട് തന്നെ ഇവരടക്കം പലരും നേരത്തെ തന്നെ ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ടെല്ലവീവിൽ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ ഇവരും പങ്കെടുത്തിരുന്നു. ആ സ്ഥലം കൃത്യമായി സ്കെച്ച് ചെയ്ത് ഹൈപ്പർസോണിക് മിസൈൽ അയച്ചുകൊണ്ടാണ് ഇറാൻ ഇവരെ കൊലപ്പെടുത്തിയത്. അതിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വാർത്ത, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനികർക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്. ഇറാന്റെ പക്കലുള്ള കണക്കനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഏതാണ്ട് 11,000-ഓളം അമേരിക്കൻ സൈനികർ ഉണ്ട്. അവരോടെല്ലാം എത്രയും പെട്ടെന്ന് അറേബ്യൻ രാജ്യങ്ങൾ വിട്ട് സ്വന്തം രാജ്യമായ അമേരിക്കയിലേക്ക് മടങ്ങിപ്പോകാൻ കൃത്യമായ മുന്നറിയിപ്പും നിർദ്ദേശവും ഇറാന്റെ സൈന്യം കൊടുത്തിരിക്കുകയാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ എവിടെ തമ്പടിച്ചാലും നിങ്ങളെ പിന്തുടർന്ന് വകവരുത്തുമെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ഇറാൻ വെറുതെ അങ്ങ് പറഞ്ഞതല്ല, അവർ ചെയ്ത് കാണിച്ചതിന് ശേഷമാണ് ഈ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലെ ഒരു ഹോട്ടലിൽ അമേരിക്കൻ സൈനികർ താമസിച്ചിരുന്ന ഹോട്ടൽ ലക്ഷ്യമാക്കി കൃത്യമായി ഇറാൻ മിസൈൽ അയച്ചുകൊണ്ട് 6ഓളം അമേരിക്കൻ സൈനികരെയാണ് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ബാക്കിയുള്ള US സൈനികർക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഇറാൻ കൊടുത്തിരിക്കുകയാണ്. അമേരിക്കൻ മാധ്യമമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഇതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് വരികയും ചെയ്തു. അടുത്ത കാലത്തായി ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ കൃത്യവും വ്യക്തതയും ഉള്ളതാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു. US സൈനികർ തമ്പടിക്കുന്ന സ്ഥലങ്ങളെല്ലാം കൃത്യമായി സ്കെച്ച് ചെയ്ത് മിസൈൽ പായിക്കാൻ ഇറാന് കഴിയുന്നത് റഷ്യയുടെ സഹായം കൊണ്ടാണെന്ന് ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അല്ലാതെ യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ കൃത്യതയോ വ്യക്തതയോ ഇല്ലാതിരുന്ന ഇറാന് ഇത്തരത്തിൽ റഷ്യയുടെ കാര്യമായ സഹായം ഇറാന് കിട്ടുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇറാൻ സൈന്യത്തിന്റെ ടോപ്പ് ജനറലായ യഹിയ റഹീം സഫാവിയുടെ ഒരു പ്രസ്താവനയും പുറത്തു വന്നു. പ്രസ്താവന എന്ന് പറയാൻ പറ്റില്ല, നെതന്യാഹുവിനുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. അതിനുശേഷമാണ് നെതന്യാഹു അപ്രത്യക്ഷമായത് എന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നെതന്യാഹുവിൻ്റെ എല്ലാ നീക്കങ്ങളും ഞങ്ങൾ അറിയുന്നുണ്ട്. അദ്ദേഹം എവിടെയൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും അത് അറിയാനുള്ള എല്ലാ മാർഗങ്ങളും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എവിടേക്ക് രക്ഷപ്പെട്ടാലും അദ്ദേഹത്തിന്റെ സമയമാകുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ വകവരുത്തുക തന്നെ ചെയ്യും. ഇത് പുതിയൊരു യുദ്ധതന്ത്രമായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ശത്രുവിന് കൃത്യമായ മുന്നറിയിപ്പും വാണിംഗും കൊടുത്തുകൊണ്ടുള്ള പുതിയ യുദ്ധരീതി. ഇസ്രായേലിന്റെ വിങ് ഓഫ് സയോൺ എന്ന വിമാനം പെട്ടെന്ന് ഇസ്രായേലിൽ നിന്നും അപ്രത്യക്ഷമായി ജർമ്മനിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിന് പിന്നാലെയാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇസ്രായേലിന്റെ എയർഫോഴ്സ് 1 എന്ന വിമാനത്തിൽ നെതന്യാഹുവും ഫാമിലിയും ജർമ്മനിയിലേക്ക് മുങ്ങിയെന്നാണ് വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത്. ഇതിനിടയിൽ ഇസ്രായേലിന്റെ ഭീഷണികൾ വകവെക്കാതെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ഇസ്ഹാഖ് ഹമൂമി കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ടെല്ലവീവിലും ഇസ്രായേലിലെ മറ്റ് പ്രദേശങ്ങളിലും ഇറാൻ നടത്തുന്ന അതിഭയാനകമായ മിസൈൽ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് അദ്ദേഹം വീണ്ടും പങ്കുവച്ചത്. ഇങ്ങനെ പോയാൽ ഗസ ഏതാണ് ടെല്ലവീവ് ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.